10 വർഷം ഭരിച്ച LDF സർക്കാരിന്റെ കാലത്ത് തിരിഞ്ഞു കൊത്തിയതെല്ലാം ശബരിമല ക്ഷേത്രമായിരുന്നു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയാണെന്ന് പറയേണ്ടി വരും. ആദ്യം വരുന്നത് സ്ത്രീ പ്രവേശനം, നവോത്ഥാനം എന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധിയുടെ മറപിടിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുകയുണ്ടായി. അത് വലിയ പ്രതിഷേധത്തിലേക്കും BJPയെ കേരളത്തിൽ വളരാനുള്ള ഒരു സാഹചര്യം BJPക്ക് ഉണ്ടാക്കി കൊടുത്തതും എല്ലാം ശബരിമലയിൽ CPM എന്നല്ലെങ്കിൽ അന്നെടുത്ത നിലപാടുമായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ വിശ്വാസി സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ വോട്ടാക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള. ഈ 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴൊക്കെ ശബരിമലയിൽ അയ്യനെ തൊട്ട് കളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ CPMന് അല്ലെങ്കിൽ ആരാണോ തൊട്ട് കളിക്കുന്നത് അവരെ തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് വിശ്വാസി സമൂഹം ഇന്നും വിശ്വസിക്കുന്നത്. അയ്യനെ തൊട്ട് കളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശബരിമലയെ ആരൊക്കെ തൊട്ട് കളിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ തിരിച്ചടി കിട്ടുമെന്ന്. അതൊക്കെ കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുരളീധരനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ സാധാരണക്കാരെ വിശ്വാസി സമൂഹത്തിനുണ്ട്. കാര്യം വിശ്വാസിയായ ഒരാൾ ദേവസ്വം മന്ത്രിയായി വരുന്നു അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായി വരുന്നു എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് ഏറെ ആശ്വാസമാണ്. എന്നാൽ ഇന്നിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വിശ്വാസി സമൂഹത്തിന് മുരളീധരൻ നൽകുന്ന വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയാണോ അതോ വിശ്വാസം നഷ്ടപ്പെടുത്തുകയാണോ? ഇതിലിപ്പോൾ ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത് അമിതമായ ഇടപെടൽ കോടതി നടത്തുന്നു. അതായത് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ, ദേവസ്വങ്ങളുടെ കാര്യത്തിൽ, ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ അമിതമായ ഇടപെടൽ കോടതികൾ നടത്തുന്നു. അത് മാറ്റേണ്ട ഒരു സമയം വന്നിരിക്കുന്നു. അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തും. അത് കോടതി വിധിക്കെതിരെ പറയുകയല്ല, പക്ഷേ കോടതി അലക്ഷ്യത്തിനും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ നിയമസഭയിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കാൻ ഞാൻ ആരംഭിക്കാമെന്നു അങ്ങനെയൊരു സംസാരമാണ് പുള്ളി ഇന്ന് നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ കോടതി ഇടപെടേണ്ടി വരുന്നു? അതായത് ദേവസ്വം ഭരണത്തിലോ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ പ്രവർത്തനത്തിലോ ഈ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തിലും എന്തുകൊണ്ട് കോടതി ഇടപെടേണ്ടി വരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ടുള്ളത്. കാരണം അവിടെ കുത്തഴിഞ്ഞ ഒരു ഭരണമാണുള്ളത്, കുത്തഴിഞ്ഞ പ്രവർത്തനങ്ങളാണ് അവിടെ ഉള്ളത്. എല്ലാത്തിലും അഴിമതി. ഏത് ക്ഷേത്രത്തിൻ്റെ നോക്കിയാലും ഇപ്പം ശബരിമല തന്നെ വലിയൊരു വിവാദമായ സ്വർണ്ണക്കൊള്ള ഉണ്ട്. അതിൻ്റെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അത് എങ്ങനെയാണ് പോകുന്നത്? SITനെ നിയമിക്കുന്നു, അന്വേഷണം എവിടെ പോകുന്നു, ഏത് രീതിയിലും കാര്യമായിട്ട് പോകുന്നുണ്ടോ, എല്ലാം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി, അറസ്റ്റ് ഉണ്ടായി, ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ തന്നെ മറ്റൊരു ക്ഷേത്രം, ശബരിമല മാത്രമല്ല, ഇതുപോലെ മറ്റൊരു ക്ഷേത്രം, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യം എടുത്താലും അവിടെയും കോടതിയുടെ മേൽനോട്ടത്തിലാണ് അവിടുത്തെ സമ്പത്തൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് പോവാതിരിക്കാൻ, കാരണം അവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും പല ആരോപണങ്ങളും വരുന്നുണ്ട്. കാണാതാവുന്നു, നിലവറയുടെ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആരോപണങ്ങൾ വരുന്നുണ്ട്. അത് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കോടതി ഇടപെടേണ്ടി വരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ട് വരുന്നത്. കാരണം ഈ ശബരിമലയുടെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ മായം ചേർത്ത ശർക്കര കൊണ്ടുവരുന്നു, അരവണയുടെ വിൽപ്പനയിലെ അഴിമതി വരുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും. ദേവസ്വം ഭരണം കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ കോടതി ഇടപെട്ടതിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പലരും എല്ലാവരുടെയും ഒരു പൊതുവായ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്, കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾക്കൊരു വിശ്വാസം. കാരണം മന്ത്രിമാരുടെ അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ ഭരണത്തിലൊന്നും ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവരെ കണ്ടും കേട്ടതും അറിഞ്ഞതും ഒക്കെ ഇങ്ങനെയുള്ള അഴിമതികൾ ഇപ്പോഴും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അതിപ്പോ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തി വിഷയത്തിൽ നിന്ന് മാറാനൊന്നും കഴിയില്ല. കാര്യം മാറി വന്ന എല്ലാ സർക്കാരുകളും ചെറിയ തോതിലെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ അയ്യന്റെ സ്വർണത്തിലേക്കൊക്കെ പോയത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ് എന്നുള്ളൊരു കാര്യം. ഇനി അങ്ങനെ കോടതിയുടെ നിയന്ത്രണങ്ങൾ വേണ്ട, അല്ലെങ്കിൽ കോടതി ഇത്രത്തോളം കാര്യങ്ങളിൽ ഇടപെടണ്ട എന്നാണ് എങ്കിൽ അത് ഈ സർക്കാർ, ഞാൻ വിശ്വസിക്കുന്നത് ഈ സർക്കാർ ദേവസ്വം വകുപ്പ് മന്ത്രിയടക്കം 1 വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷം ഏറ്റവും നന്നായി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യട്ടെ, ഉയരരുത്, എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ പോവുകയാണ്. ഇതുവരെയുള്ള അന്വേഷണങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട്, പ്രതികളെ പിടികൂടുന്നുണ്ട്, അല്ലെങ്കിൽ കൊള്ള നടത്തിയ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തി കൊള്ളക്കാരെ അല്ലെങ്കിൽ കൊള്ള നടത്തിയവരെ ആരൊക്കെയാണോ പ്രതികൾ, ആരൊക്കെയാണോ ഇതിന്റെ പിന്നിലുള്ളത് അവരെ പുറത്തു കൊണ്ടുവരുന്നത് കാണിക്കണ്ടേ? അല്ല, അതൊരു വശത്ത്. മറുവശത്ത് അത് എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ആ കേസ് മുന്നോട്ട് പോകും.
മറ്റ് ദേവസ്വം ബോർഡ്, ശബരിമല ഒഴിച്ചാൽ മറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുണ്ടല്ലോ, അവയുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായി കൊണ്ടുപോകട്ടെ ഈ സർക്കാർ. 2 വർഷമാകുമ്പോൾ ഇവരുടെ പെർഫോമൻസ് മികച്ചതാണെങ്കിൽ സ്വാഭാവിക നടപടി എന്ന് പറയുന്നത് കോടതി അതിൽ നിന്ന് മാറും, അല്ലെങ്കിൽ കോടതി ഇല്ല, അല്ലെങ്കിൽ ഇത്തരം നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കില്ല. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ഇത്തരത്തോളം ഫണ്ട് വരുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെല്ലാം കോടതിയുടെ മേൽനോട്ടത്തിലേക്ക് വിടുക. അവിടെ ദേവസ്വം ബോർഡ് വേണ്ട, കോടതി വെക്കുന്ന ഒരു കമ്മിറ്റി, 4-5 പേരുള്ള കോടതി വെക്കുന്ന കമ്മിറ്റിയെ വെക്കുക. അതായിരിക്കും വിശ്വാസി സമൂഹത്തിന് കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാകുക എന്ന് പറയുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT കേസുമായി മുന്നോട്ട് പോയി. നമ്മൾ കണ്ടതാണ്, ആ കേസ് എവിടെയും എത്താതെ പോകുന്നു. അപ്പോഴൊക്കെ വടിയെടുത്തത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി വടിയെടുത്ത് പിന്നാലെ നടന്നത് കൊണ്ട് മാത്രമാണ് ചോദ്യം ചെയ്യലും കുറച്ച് അറസ്റ്റുകളെങ്കിലും നടന്നത്. അപ്പൊ അത്തരം വിഷയങ്ങളിൽ ഹൈക്കോടതിക്ക് അല്ലെങ്കിൽ കോടതികൾക്ക് ഇടപെടാതിരിക്കാനാകില്ല. പിന്നെ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പൂവേത് ക്ഷേത്രത്തിൽ പൂജിക്കണമെന്ന് പോലും, അതൊക്കെ ഒരു പരിഹാസ രൂപേണയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഈ പൂവേത് തീരുമാനിക്കണം എന്നുള്ള ആഗ്രഹം. ഇവിടെ ഭക്തർക്ക് റോളില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് എന്താണ് റോൾ? പണം കൊണ്ട് ഇടുന്നതല്ലാതെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വരുന്നതിനപ്പുറത്തേക്ക് എന്ത് റോളാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക എന്നുള്ളതല്ല. അല്ലാതെ എന്ത് കാര്യത്തിനാണ് സാധാരണക്കാരായ ഭക്തരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ക്ഷേത്രങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാനാകുമോ? ഇല്ലല്ലോ. ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു റോളും ഇല്ല. പോകുന്ന ഒരു ഭക്തൻ പോയി കഴിഞ്ഞാൽ വഴിപാട് നടത്തുക, അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ പൈസ ഇടുക എന്നുള്ളതല്ല. എന്തെങ്കിലും നൈവേദ്യം കിട്ടുന്നത് മേടിക്കുക, പോരുക, പ്രാർത്ഥിക്കുക ഇത് കൂടാതെ ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ പൈസ അവിടെ ഭണ്ഡാരത്തിൽ ഇടുക, അവരെ സമ്പാദ്യം കൂട്ടുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവര് ജനങ്ങൾക്ക് വേണ്ടി, ഭക്തർക്ക് വേണ്ടി കാര്യമായിട്ടുള്ള എന്താണ് ചെയ്യുന്നത്? ഇവിടെയുള്ള മണിക്കൂറുകളോളം ക്യൂ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം അവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ ശബരിമല തന്നെ എടുക്കുമ്പോ ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന വൃശ്ചികം അല്ലെങ്കിൽ മണ്ഡലകാല മാസങ്ങളിൽ നോക്കാം ശബരിമല അവർ എത്രത്തോളം നന്നായി കൊണ്ടുപോകുന്നെന്ന്. എല്ലാ വിഷയത്തിലും കോടതി ഇടപെടില്ല, അല്ലെങ്കിൽ കോടതിയുമായി സമീപിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിയടക്കം എന്ത് നിലപാടാണ് എടുക്കുന്നത്, ക്യൂ നിയന്ത്രിക്കാൻ വേണ്ടി എന്ത് ക്രമീകരണമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, പലരും തൊഴുവാൻ പറ്റാതെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം. അതൊക്കെ മാറ്റവും നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഈ സർക്കാരിലും ദേവസ്വം വകുപ്പ് മന്ത്രിയിലും കോടതിക്ക് ഒരു വിശ്വാസം ഉണ്ടാകൂ. അതെ. ഇതിനകത്ത് വേറൊരു കാര്യം മുരളീധരൻ പറഞ്ഞതിൽ നമ്മൾ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. പൂവിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ പൂവിന്റെ കാര്യത്തിൽ പോലും ഏതൊക്കെ ക്ഷേത്രത്തിൽ ഏതൊക്കെ പൂ വെച്ചിട്ട് പൂജ നടത്തണം എന്നുള്ളത് ഓരോ നിഷ്കർഷിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ആയിരിക്കും പൂജ. അല്ലാതെ കോടതി അതിനകത്തൊക്കെ ഇടപെടുന്നുണ്ടെന്നൊന്നും തോന്നുന്നില്ല രീതിയിൽ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ഈ വിഷയം ഞാൻ സഭയിൽ സംസാരിക്കാൻ പോകുകയാണ്. സഭയിൽ സംസാരിക്കുമ്പോൾ 2 രീതിയിൽ ഈ വിഷയങ്ങൾ പോകാം. ഒന്ന് എന്ന് പറയുന്നത് പ്രതിപക്ഷം, ഈ നിലവിലെ സാഹചര്യത്തിലും ശബരിമല അയ്യന്റെ സ്വർണം കെട്ട പ്രതിപക്ഷം ആയതുകൊണ്ട് അവർ വാദങ്ങൾ ഉന്നയിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ സ്വാഭാവികമായി ഉന്നയിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദേവസ്വം വകുപ്പ് മന്ത്രി വിചാരിച്ചതുപോലെ ദേവസ്വം വകുപ്പിൽ നിന്ന് കൈയിട്ട് വാരാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു കോടതിയെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. മറുവശത്ത് സർക്കാരിന് വാദിക്കാൻ കഴിയുക, അല്ലെങ്കിൽ മുരളീധരൻ പറയുന്നത് ശരിയാണെന്ന് വാദിക്കാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, വിശ്വാസികൾക്ക് കുറച്ചുകൂടി ഫ്രീ ആയി അമ്പലങ്ങളിൽ അല്ലെങ്കിൽ അമ്പലങ്ങൾ ദർശനം നടത്താൻ പറ്റണം. കുറച്ചുകൂടി ഫ്രീ പറയുന്ന പോലെ ശ്വാസം മുട്ടിയുള്ള കോടതിയുടെ കയ്യിൽ ഞെരുങ്ങുന്ന അമ്പലങ്ങളെ സ്വതന്ത്രമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സർക്കാരിന് വാദിക്കാം. അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇത് സഭയിൽ അവതരിപ്പിക്കും, പുറത്ത് പറയുകയാണെങ്കിൽ അത് കോടതി അലക്ഷ്യമാണ് എന്നുള്ള കാര്യം. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പോ മുരളീധരൻ ഒരു മന്ത്രി ആണല്ലോ, ഈ ദേവസ്വം മന്ത്രിയാണ്. അപ്പൊ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളും അവിടെ നടക്കുന്ന ദേവസ്വങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത്, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളോ കുറ്റങ്ങളോ അഴിമതികളോ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാം നോക്കി നടത്തേണ്ടത് ഈ മന്ത്രിയുടെ ചുമതല കൂടിയാണല്ലോ. അപ്പൊ ആ മന്ത്രിയുടെ പരാജയമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതിയുടെ ഇടപെടൽ വരേണ്ടി വരുന്നത്. അപ്പൊ അത് മന്ത്രി കാണിച്ചു കൊടുക്കണം, ഇനി ഇവിടെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. അത് സൂചിപ്പിച്ചതുപോലെ മന്ത്രിയുടെ പരാജയമാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാര്യം സർക്കാർ അധികാരത്തിൽ വന്നതേ ഉള്ളൂ. കഴിഞ്ഞ തവണ മാറി അല്ലെങ്കിൽ മാറി വന്ന സർക്കാരുകൾ എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹൈക്കോടതി അടക്കം ഇത്രത്തോളം ഇടപെടൽ നടത്തേണ്ടി വരുന്നത്. അത് ആ സമയത്തുള്ള സർക്കാരിന്റെ പരാജയവും മന്ത്രിമാരുടെ പരാജയം കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മന്ത്രി പറയേണ്ടത് കോടതി ഇടപെടുന്നതിലല്ല, കോടതി ഇടപെടുന്നുണ്ട് ഇപ്പോൾ, അത് ഞാൻ മാറ്റും. എന്റെ മരണത്തിലൂടെ, എന്റെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ ഇവിടെ ഉണ്ടായിരുന്ന അഴിമതികൾ മാറ്റും. ഇനി നടത്താൻ സമ്മതിക്കില്ല, ഇവിടെ ഇങ്ങനെ ഒരു കൊള്ളയൊന്നും നടത്താൻ സമ്മതിക്കില്ല. ഇനി കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാലത്തിനുള്ളിൽ കോടതി ഇതിലേക്ക് ഇടപെടേണ്ടി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മന്ത്രിക്ക് മൈലേജ് ആകും. അല്ല, അത് മൈലേജ് ആകും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സഭയിൽ അദ്ദേഹം എന്താണ് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. കാര്യങ്ങൾ ഞാൻ സഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ സഭയിൽ വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ നന്നായി കൊണ്ടുപോകുമെന്നും എനിക്ക് പ്ലാനുകൾ ഉണ്ടെങ്കിൽ അത് പറയാം. അല്ലാതെ കോടതിയെ നോക്കേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നത്
പുറത്ത് എന്ത് പറഞ്ഞാലും കോടതി അലക്ഷ്യമാകാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ ലിമിറ്റ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി സഭയിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക ഈ വിഷയം എത്രത്തോളം നന്നായി പോകും, അല്ലെങ്കിൽ എന്താണ് മുരളീധരൻ ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപ്പോഴും രണ്ട് വശം, ഒരു നാണയത്തിന്റെ രണ്ട് വശം എന്ന് പറയുന്നത് പോലെ ഇതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. കോടതി അല്ലെങ്കിൽ ഈ സർക്കാർ ഏറ്റവും നന്നായി മണ്ഡലകാലമൊക്കെ ശബരിമലയിൽ പോലുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അമ്പലങ്ങളിലെല്ലാം നന്നായി വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് കഴിയും, കോടതിയുടെ നിയന്ത്രണം വേണ്ട എന്ന് ഞങ്ങൾ കാണിക്കും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതി ചിലപ്പോൾ നിയന്ത്രണങ്ങൾ പിൻവലിക്കുമായിരിക്കും. ഇപ്പൊ നടക്കുന്നത് നല്ല രീതിയിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മന്ത്രിക്ക് നല്ലൊരു ചാൻസ് ആണ് ഇത് എങ്ങനെ ഭരിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പോഴും വിശ്വാസികളുടെ, അതായത് ക്ഷേത്രത്തിൽ പോകുന്ന വിശ്വാസികളുടെ ഒരു കോടതി ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ കൊള്ള നടക്കാത്തതും, അല്ലെങ്കിൽ ഇനി നടക്കാതെയും ഇതിലെന്തെങ്കിലും അഴിമതി നടക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നതും കോടതി ഇടപെടുന്നതുകൊണ്ട് മാത്രമാണെന്നാണ് ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് മാറ്റണമെങ്കിൽ മന്ത്രി അത് നല്ല രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിക്ക് മുരളീധരനും നല്ലൊരു മൈലേജ് ആവും. അത് നല്ല തീരുമാനം, നല്ലൊരു UDF-ന് സർക്കാരിന് തന്നെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിൽ തീർപ്പൊന്നും ഉണ്ടായിട്ടില്ല, ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അറസ്റ്റുകൾ ഒരുപാട് നടന്നെങ്കിലും യഥാർത്ഥ പ്രതി ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. പലരെയും പ്രതി ചേർക്കുന്നുണ്ട്, SIT കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിൽ കൂടി തീർപ്പ് വന്നാൽ മാത്രമേ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ, ജനഹിത പദ്ധതികൾ നടത്തിയെന്ന് ഈ സർക്കാർ അവകാശപ്പെടുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള CPM-ന്റെയും LDF-ന്റെയും പരാജയത്തിന് കാരണമായിട്ടുണ്ട് എങ്കിൽ ഈ ഭരണം മാറണം, പുതിയ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ശബരിമല അയ്യന്റെ സ്വർണം കട്ടവരെ കണ്ടുപിടിക്കുക എന്ന് കൂടിയുള്ളതാണ്. കോടതി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു, അമിതമായി കോടതി കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ മന്ത്രി അടക്കം ചെയ്യേണ്ടത് എത്രയും വേഗം ശബരിമല സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ അയ്യന്റെ സ്വർണം കടൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് കഴിയുകയാണെങ്കിൽ, ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള SITക്ക് അതിന് കഴിയുകയാണെങ്കിൽ തന്നെ ഈ സർക്കാരിന്റെ മൈലേജ് കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും